കേരളം കുതിക്കുകയാണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ 1.5 മണിക്കൂർ വേണ്ടി വരില്ല എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ സംഭവവികാസങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മണിക്കൂറിൽ 150 കിലോമീറ്ററാണ് താരതമ്യേന ഇന്ത്യയുടെ അഭിമാനമായ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ പരമാവധി വേഗത. പക്ഷേ സാധാരണ ട്രാക്കുകളിലേക്ക് അഥവാ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ ട്രാക്കുകളിലേക്ക് കടക്കുമ്പോൾ ഏകദേശം അത് ചുരുങ്ങി 80 കിലോമീറ്ററായി ചുരുങ്ങും. ഇതിൻ്റെ വേഗത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാറിൻ്റെ വേഗതയേക്കാൾ ചുരുങ്ങിയതാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. പുതിയ റോഡുകൾ വന്ന കേരളത്തിൽ നമുക്കങ്ങനെ സങ്കല്പിക്കാം. വേഗത്തിൽ പാഞ്ഞു പോകുന്ന ഒരു ട്രെയിൻ നമ്മുടെ തൊട്ടപ്പുറത്തെ രാജ്യത്തുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാകത്തിലാണ് നമ്മുടെ മൈൻഡ് സെറ്റ് മാറിയിട്ടുള്ളത്. അതെ, അങ്ങനൊരു ട്രെയിൻ നമ്മുടെ രാജ്യത്തില്ലെങ്കിലും തൊട്ടപ്പുറത്തെ രാജ്യമായ എല്ലാ വികസനത്തിൻ്റെയും ഈറ്റിലവും പോറ്റിലവും മാറിയിട്ടുള്ള ചൈനയിൽ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ലോക റെയിൽവേ ചരിത്രത്തിൽ തന്നെ പുത്തൻ റെക്കോർഡ് സൃഷ്ടിച്ചാണ് ചൈന പുതിയ ഒരു മിന്നൽ ട്രെയിന് അവതരിപ്പിച്ചിരിക്കുന്നത്. മണിക്കൂറിലാകട്ടെ 890 കിലോമീറ്റർ വേഗതയിൽ പായുന്ന CR450 എന്ന ഹൈ സ്പീഡ് ട്രെയിനാണ് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ മറ്റൊരു റെക്കോർഡ് കൂടി തകർത്തുകൊണ്ടാണ് ഈ ഒരു ട്രെയിനെ ചൈന മുന്നോട്ട് വെച്ചത്. ജപ്പാനിലെ ഹൈ സ്പീഡ് ട്രെയിനുകളെപ്പോലും അഥവാ അവർക്കുള്ള സ്പീഡ് എന്ന് പറയുന്നത് 608 കിലോമീറ്റർ മാത്രമാണ്. ആ 608ൻ്റെയും 603ൻ്റെയും കിലോമീറ്റർ മാത്രം വേഗതയാർജിച്ച ജപ്പാനിലെ ട്രെയിനായിരുന്നു ഏറ്റവും കൂടുതൽ. ആ ട്രെയിൻ L0 സീരീസ് മാഗ്ലവ് എന്ന പേരാണ് ആ ഒരു ട്രെയിനിൻ്റെ പേര്. പക്ഷേ അതിനെയൊക്കെ കടത്തിവിട്ടിട്ടാണ് ഇപ്പോൾ പുതിയ ഒരു CR450 എന്ന് പറയുന്ന പുതിയൊരു ട്രെയിൻ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. അതായത് ഒരു വെടിയുണ്ടയുടെ വേഗതയെ പോലും വെല്ലുന്ന അതിഭീകരമായിട്ടുള്ള ഒരു യാത്രയാണ് ആ ട്രെയിനിൽ അനുഭവപ്പെടാൻ കഴിഞ്ഞത് എന്ന് ലോകത്തിന് മുമ്പിൽ ചൈന വന്ന് പറയുമ്പോൾ എത്ര ആശ്ചര്യത്തോടു കൂടിയാണ് നമ്മളെ കേരളക്കാരെല്ലാം ഇന്ത്യക്കാർ കേൾക്കുന്നത്. നമുക്ക് ഷാൻഹായ് ഷെൻസു എന്നിവരെയുള്ള ചെങ്ഡു എന്നിവരെയുള്ള ആ ഒരു ഏരിയയിൽ ഈ ട്രെയിനിലൂടെ പോകാൻ ആകെ വേണ്ടത് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മാത്രമാണ്. അഥവാ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ ആകെ നമുക്ക് വേണ്ടി വരുന്ന ഒരു ദൂരം 600 കിലോമീറ്റർ ആണെങ്കിൽ വെറും 1.5 മണിക്കൂർ വേണ്ടി വന്നാൽ 1.5യും വേണ്ടിയില്ല. അഥവാ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവിടെ എത്താൻ പറ്റുമെന്നുള്ളതാണ്. ഏറ്റവും ഇതിനൊരു സ്പീഡ് കൈവരിക്കാൻ പറ്റിയ രൂപകൽപ്പനയിലാണ് ഇത് സംവിധാനിച്ചിട്ടുള്ളത്. ചൈനീസ് അക്കാദമി ഓഫ് റെയിൽവേ സയൻസ് ട്രെയിൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. സാങ്കേതിക വെല്ലുവിളികളും അപകട സാധ്യതകളും നിലനിന്നിട്ടും ഹൈ സ്പീഡ് ട്രെയിനുകളുടെ അമ്പരിപ്പിക്കുന്ന മുന്നേറ്റമാണ് ലോകത്തിന് മുമ്പിൽ ചൈന ഇപ്പോൾ വീണ്ടും തെളിയിച്ചിരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകണമെന്നുണ്ടെങ്കിൽ ഇനിയും നമ്മൾ 2ാം ജന്മം ജനിക്കേണ്ടി വരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മുടെ രാജ്യം അത്രമേൽ ദ്രുതഗതിയിൽ വളരുന്നത് കാണുന്നില്ല എന്നൊരു മറ്റൊരു വസ്തുതയാണ്. വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സമയത്തിനുള്ളിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡത്തേക്കും എത്താൻ എളുപ്പമാകും. 3/4 മണിക്കൂർ കൊണ്ട് ഓടാൻ പറ്റും.